ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എത്തുന്ന അവൾക്ക് എന്തായാലും അറിയാൻ പോണില്ല. അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവളുടെ പൈസ ഉണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാനിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എത്തുന്ന അവൾക്ക് അറിയില്ലല്ലോ. ഓ, അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു എന്നാണ് പച്ച പറയണത്. അല്ല, നീ വേറെ, നീ സ്നേഹത്തിന്റെ പേര് ഇവള് വിചാരിച്ചിട്ടില്ലല്ലോ ഒരിക്കലും പച്ച ഇങ്ങനെ ഇവള് വിചാരിച്ചില്ല. പക്ഷെ ഇവള് സ്റ്റഡി ആയിട്ട് അവിടെ തന്നെ നിന്നില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചനെ തന്നെ കെട്ടി, ഞാൻ തന്നെ കെട്ടി, ഞങ്ങളിപ്പോ ഒരുമിച്ചല്ലേ. ഇതേപോലെ ആയിരുന്നില്ല അവള് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ഇങ്ങനെ വന്നു. ആ സമയത്ത് ആള് പൈസ കാണിച്ച് അവൾ അങ്ങനെ പോയി. ഫോണൊക്കെ ആ ഫോണിൽ നിന്നെ വിളിക്കുന്നു, ആ കാവുക. അല്ല, അത് ഒരു വട്ടം അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. അതൊന്നും ഒരു വട്ടം വിളിച്ച്, ആ ഒരു വട്ടം വിളിച്ച് ഞാൻ അന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് വേറെ നല്ല കുട്ടീനെ കിട്ടി എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു. അത് പച്ചനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെക്കോർഡ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുൾ എല്ലാം ഷെയർ ചെയ്യാറുണ്ട് ഇവളുടെ അടുത്ത്. എന്ത് കാര്യം ഞാൻ ഇപ്പൊ ഫോട്ടോ എടുത്തു വെച്ചിരിക്കണ പോലും ഇവൾക്കറിയാം. ഞാൻ പറഞ്ഞ ഒരു സമയത്ത് ഡിലീറ്റ് ചെയ്തതാണ്. കാരണം അത് ഇപ്പോഴും ഫോണില്, ഐ മീൻ ഇമെയിൽ ഐഡിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അത് പോവാത്ത. അന്ന് ഡിലീറ്റ് ചെയ്തു, പച്ച പേർപ്പസ്ഫുള്ളി ഡിലീറ്റ് ചെയ്തു. പക്ഷെ അത് ഇപ്പോഴും കിടക്കുന്നത് ആ ഇമെയിലിൽ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതന്നെ നമുക്കൊരു ഇതിന് വേണ്ടിട്ട് ഇനിയിപ്പോ ഒന്നും വരാനില്ല. ശരിക്കും എന്തായാലും മനസ്സിലാക്കുന്ന മിക്കിയെ പോലുള്ള ഒരാളെ കിട്ടി. ശരിക്കും മിക്കിയായിട്ട് എല്ലാം ഷെയർ ചെയ്യുന്നു പറഞ്ഞല്ലോ. അങ്ങനെയാണോ ഈ പ്രണയത്തെ കുറിച്ച് പറഞ്ഞതും? മിക്കിക്ക് അങ്ങനെ ആദ്യം ഇങ്ങനെ ഒരാളെ പ്രണയിച്ചു എന്നൊക്കെ കേട്ടപ്പോ ഒരു ഇത് തോന്നി, 8 വർഷം പ്രണയിച്ചല്ലോ. എനിക്കറിയില്ല, ഐ മീൻ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. എന്റെ ഏട്ടനും ചേച്ചിയും ഇവരൊക്കെ ഒരേ ഇതിലായിരുന്നല്ലോ. അപ്പൊ ഇവരിങ്ങനെ പ്രണയിച്ചു എന്നൊക്കെ കേൾക്കുമ്പോ എന്തോ ഒരു ആദ്യം എന്തോ പറഞ്ഞു പിന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞപ്പോ ഓക്കെ.